ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും പ്ലസ് വണ്ണിലേക്ക് കാല് കുത്തിയതേ ഉള്ളൂ. ദാ ഓണം ഇങ്ങ് അടുത്തെത്തി. ഓണം അടുത്തെത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ആശങ്ക ഉണ്ടാവും, ഓണപ്പരീക്ഷയല്ലേന്ന്. മക്കളെ, ഓണപ്പരീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് ഓണപ്പരീക്ഷ വരുന്നത് ഏകദേശം ഓഗസ്റ്റ് 20, 21 ആ റേഞ്ചിലാണ് ഓണപ്പരീക്ഷ വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓണപ്പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ ഞങ്ങൾക്ക് മാർച്ചിലല്ലേ എക്സാം, ഈ ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിങ്ങൾ ഇരിക്കുമായിരിക്കും അല്ലേ. അപ്പം ഓണത്തിനൊക്കെ ആണെങ്കിൽ ആകെ 3 ചാപ്റ്റേഴ്സേ ഉള്ളല്ലോ സാർ, അത് പഠിച്ചില്ലെങ്കിലും എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരുമിച്ച് നിങ്ങൾ പഠിക്കാം എന്നുള്ളൊരു മൈൻഡ് വോയിസിലൊക്കെ ഇരിക്കുമായിരിക്കും നിങ്ങൾ അല്ലേ. അപ്പം അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അതായത് ശരിക്കും എന്താ, നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കണം. കാരണം നമ്മൾ ഈ സർക്കാർ തന്നെയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, ദെൻ ഫൈനൽ എക്സാംസ്. അതായത് ഫസ്റ്റ് ടേമിലുള്ള പോർഷൻസ് ഫസ്റ്റ് ടേമിൽ തന്നെ പഠിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രത്തോളം ലോഡ് അവിടെ കുറയുകയാണ്. നമുക്ക് ഫസ്റ്റ് ടൈമിലുള്ള കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡേറ്റ റെപ്രസെൻറ്റേഷൻ ബൂളിയൻ ആൾജിബ്ര, തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഫസ്റ്റ് ടൈം എക്സാം അഥവാ ഓണം എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സുകൾ. ഓക്കെ, അപ്പം ഈ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മക്കളെ ഒരിക്കലും ചെറിയ ചാപ്റ്റേഴ്സ് അല്ല, വില്ലൻ ചാപ്റ്റേഴ്സ് തന്നെയാണ്. അതായത് നമുക്കാണെങ്കിൽ ഫൈനൽ എക്സാമിനാണെങ്കിൽ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിനാണെങ്കിൽ ഫൈനൽ എക്സാമിന് ഏകദേശം 3 to 4 മാർക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡേറ്റ റെപ്രസെൻറ്റേഷന് ബൂളിയൻ ആൾജിബ്ര ആണെങ്കിൽ ഏകദേശം 10 മാർക്കിന് ചോദിക്കാറുണ്ട്, 10 to 11 വരാറുണ്ട്. ദെൻ തേർഡ് ചാപ്റ്ററുള്ള കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ 7 to 8 മാർക്കിന് ഫൈനൽ എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം അത് വില്ലൻ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ എന്താണ് മക്കളെ, അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചങ്ങോട്ട് മാറ്റി സെറ്റാക്കി വെക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങളുടെ അത്രത്തോളം ലോഡ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, കണ്ടൻസ് വളരെ കുറഞ്ഞൊരു ചാപ്റ്റർ ആണ്. എങ്കിൽ തന്നെ നമ്മുടെ ഫൈനൽ എക്സാമിന് ആവശ്യമുള്ള ചാപ്റ്ററും കൂടിയാണ് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. അത് പക്ക തിയറിയാണ് ഈ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും പറയുന്ന ഒരു കുഞ്ഞ് പാവപ്പെട്ട ഒരു ചാപ്റ്റർ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഡേറ്റ റെപ്രസെൻറ്റേഷൻ ബൂളിയൻ ആൾജിബ്ര. വലിയ പേര് പോലെ തന്നെ വലിയൊരു ചാപ്റ്ററാണ്. അതിനകത്ത് 2 ക്ലാസ്സിഫൈ ചെയ്യാം, ഡേറ്റ റെപ്രസെൻറ്റേഷനും ബൂളിയൻ ആൾജിബ്രയും. അതിനകത്ത് നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്, നമ്പർ സിസ്റ്റം കൺവെർഷൻസ്, ദെൻ അതിൻ്റെ കുറേ പ്രോബ്ലംസ്, അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഒക്കെ സാർ ചെയ്യിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങളെ കൂടി ചെയ്യിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ദെൻ ബൂളിയൻ ആൾജിബ്ര ഉണ്ട്. നമുക്കിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മൾ അത്രത്തോളം വലിയ ചാപ്റ്ററാണ്. വളരെ സ്ലോലി തന്നെയാണ് നമ്മൾ ആ ചാപ്റ്റേഴ്സ് എല്ലാം എടുത്തു പോകുന്നത്. കാരണം സ്ലോലി എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് അത് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കിച്ചിട്ടായിരിക്കും നമ്മൾ ആ ചാപ്റ്റർ എടുത്തു പോകുന്നത്. ദെൻ തേർഡ് ചാപ്റ്റർ ആണ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. എന്താണ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? നമ്മുടെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പോണൻസുകളെ കുറിച്ചാണെങ്കിൽ വിശദമായിട്ടാണെങ്കിൽ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. നമുക്ക് ഇതൊരു അഗ്നി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മക്കളെ. എന്ത് ചെയ്യാം മക്കളെ, ഇതുവരെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുവരെ മക്കളെ ജോയിൻ ചെയ്യാത്ത അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ചാപ്റ്റേഴ്സ് ഏകദേശം തുടക്കമായതേ ഉള്ളൂ. വേഗം തന്നെ ഈ ഒരു അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഹാർഡ്വെയർ കമ്പോണൻസ്, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, സ്റ്റോറേജ് ഡിവൈസസ്, ഓക്കെ, CPU, ഇതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ സോഫ്റ്റ്വെയറിനകത്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്നൊക്കെ കാര്യങ്ങൾ ഒരു ഐഡിയ വേണം അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ അത്യാവശ്യമാണ്. പരീക്ഷ എന്ന് പറയുന്നത് ഫൈനൽ എക്സാമിനാണെങ്കിൽ ഏകദേശം നല്ല വെയിറ്റേജ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. കാരണം ഫൈനൽ എക്സാമിനൊക്കെ വരുമ്പോഴാണെങ്കിൽ ആ ഒരു ടൈമിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നും. കാരണം ഇത്രത്തോളം വലിയൊരു ചാപ്റ്ററാണ്, ഓക്കെ, ഇതിപ്പോഴേ പഠിച്ച് ഈ ഒരു ടൈമിൽ പഠിച്ചാൽ അത് സെറ്റ് ആകും എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ മാക്സിമം ഈ തിയറി ചാപ്റ്റേഴ്സ് ഒക്കെ എന്താണ് പഠിച്ചങ്ങ് മാറ്റി വെക്കുക. അതേപോലെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങോട്ട് നീക്കി വെച്ചതാണ്. ഒരിക്കലും എന്താണ് മക്കളെ അത് ലാസ്റ്റ് ഒരു തലവേദനയായി പോകത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് മാക്സിമം നമ്മളെ ഫസ്റ്റ് ടൈമിലുള്ള പോർഷൻസ് ഫസ്റ്റ് ടൈമിൽ തന്നെ പഠിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലൈവ് ക്ലാസ്സുകളും ദെൻ റെക്കോർഡ് കണ്ടൻസുകളും ദെൻ പിന്നെ ടെസ്റ്റ് സീരീസസും ദെൻ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും എല്ലാം അടങ്ങുന്ന ഒരു പാക്കേജാണ് അഗ്നി ബാച്ച് എന്ന് പറഞ്ഞാൽ. മക്കൾ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ ഞാൻ പറയുന്നുള്ളൂ. കാരണം ബെസ്റ്റ് ഓഫറാണ്. നമുക്കാണെങ്കിൽ വെറും തുച്ഛമായിട്ടുള്ള ഫീസ് നമുക്ക് അഗ്നി ബാച്ചിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്ത മക്കൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ